കെ.എം. നൂറുദ്ദീന്റെ പിന്മാറ്റത്തോടെ കയ്പമംഗലം സീറ്റിന്റെ കാര്യത്തിൽ യു.ഡി.എഫിൽ അനിശ്ചിതത്വം തുടരുന്നു. മറ്റൊരു സീറ്റ് നൽകിയാൽ കയ്പമംഗലം വിട്ടു നൽകാൻ തയ്യാറാണെന്ന് ആർ.എസ്.പി. യു.ഡി.എഫ് നേതൃത്വത്തെ അറിയിച്ചു. അതേസമയം കെ.എസ്.യു. ജില്ലാ പ്രസിഡന്റ് ശോഭാ സുബിനെ ഇവിടെ മത്സരിപ്പിക്കാൻ ഐ ഗ്രൂപ്പ് കരുനീക്കം ശക്തമാക്കി. കയ്പമംഗലത്ത് മത്സരിക്കാൻ ടി.എൻ. പ്രതാപൻ നടത്തിയ കരുനീക്കങ്ങൾ വിവാദമായ സാഹചര്യത്തിലാണ് സീറ്റ് ആർ.എസ്.പിക്ക് വിട്ടു നൽകാൻ കോൺഗ്രസ് തീരുമാനിച്ചത്. ജില്ലയിൽ തീർത്തും ദുർബലമായ സംഘടനാ സംവിധാനമുള്ള ആർ.എസ്.പി. പൊതുസമ്മതനായ കെ.എം. നൂറുദ്ദീനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ സ്ഥാനാർത്ഥിയാകുന്നതിൽ നിന്നും പിന്മാറുകയാണെന്ന് അറിയിച്ച നൂറുദ്ദീൻ രംഗത്തെത്തി. ആർ.എസ്.പി. നേതൃത്വം ചർച്ച നടത്തിയെങ്കിലും തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ നൂറുദ്ദീൻ തയ്യാറായില്ല. ശ്രീ പ്രേമചന്ദ്രൻ അത് തിരിച്ചു വിളിച്ച് അത് മെസ്സേജ് കിട്ടിയെന്ന് അറിയിക്കുകയും അത് ഒന്നുകൂടി പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് വികാരപരമായിട്ടുള്ള തീരുമാനമല്ല, ആരുടെയോടുള്ള ഒരു പ്രത്യേക പ്രതിഷേധത്തിൻ്റെ പേരിലല്ല, വിലപേശലല്ല. അപ്പോൾ അത് ഒരു വേണ്ട പോലെ ഇന്നലെ രാത്രി മുഴുവനും അതിനെപ്പറ്റി ഞാൻ തന്നെ ആലോചിക്കുകയും എന്നിട്ട് എടുത്ത ഒരു തീരുമാനമാണ്, ഉറച്ച തീരുമാനമാണ്, അത് പിന്മാറില്ല എന്ന് പറയുകയും ചെയ്യും. ഇതോടെ സീറ്റ് തിരികെ ലഭിക്കുന്നതിനുള്ള നീക്കങ്ങൾ കോൺഗ്രസ് ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊരു സീറ്റ് നൽകിയാൽ കയ്പമംഗലം വിടാൻ ആർ.എസ്.പി. തയ്യാറാണ്. യു.ഡി.എഫ് തലത്തിൽ അത്തരം ചർച്ചകൾ പുരോഗമിക്കുകയാണ്. തിരിച്ചെടുക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടതല്ല, ഞങ്ങൾ അങ്ങോട്ട് നിർബന്ധിതമായി താല്പര്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ട് എടുത്ത സീറ്റല്ല. ഞങ്ങൾ ഇപ്പോൾ ഈ സീറ്റ് അലോക്കേറ്റഡ് ആർ.എസ്.പിക്കാണ്. ഇനി ആ സീറ്റ് വിടണമെങ്കിൽ ആർ.എസ്.പി. തീരുമാനിക്കണം. കെ.എസ്.യു. ജില്ലാ പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ശോഭാ സുബിന്റെ പേരായിരുന്നു ആദ്യം ഇവിടേക്ക് പരിഗണിച്ചിരുന്നത്. എന്നാൽ ദില്ലിയിൽ ടി.എൻ. പ്രതാപൻ കയ്പമംഗലം സീറ്റിനായി സമാന്തര ശ്രമങ്ങൾ നടത്തിയതാണ് ശോഭാ സുബിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് വിലങ്ങുതടിയായത്. എന്നാൽ പുതിയ സംഭവവികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഐ ഗ്രൂപ്പ് ശോഭാ സുബിന് വേണ്ടി ശ്രമം ശക്തമാക്കിയിട്ടുണ്ട്. തൃശൂരിൽ നിന്നും സുർജിത്ത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ.